ഇരവിപുരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി RSPയുടെ വിഷ്ണുമോഹൻ ജയിച്ചപ്പോൾ അത് രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ്. 8803 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നേടിയ ഈ വിജയത്തിനു പിന്നിൽ കുടുംബത്തിന്റെ പിന്തുണയും പ്രാർത്ഥനകളും എത്രത്തോളം ഉണ്ടെന്നറിയാൻ വിഷ്ണുമോഹനും കുടുംബവുമാണ് ഇന്ന് അമൃത ന്യൂസിനൊപ്പം ചേരുന്നത്. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഈ വിജയത്തിന്റെ ആ ഒരു ത്രില്ല്? വിജയം നല്ല ത്രില്ലിലായിരുന്നു. വിജയം നമ്മളെല്ലാം ആഘോഷിച്ചത് ആവേശത്തിൽ തന്നെയായിരുന്നു. എല്ലാവരും, നമ്മുടെ മുന്നണി പ്രവർത്തകരും നമ്മുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സഹപാഠികളും എല്ലാവരും. അതിനൊക്കെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു വലിയ ത്രില്ല് അക്കാര്യത്തിലുണ്ടായിരുന്നു. ഈ ഭൂരിപക്ഷം ഇങ്ങനെ മാറി മറിഞ്ഞ് വോട്ടെണ്ണൽ ഇങ്ങനെ പുരോഗമിച്ചു പോകുമ്പോഴേ ആ ടെൻഷൻ, ആ നെഞ്ചിടിപ്പ് അതെങ്ങനെയായിരുന്നു? അങ്ങനെ നമ്മുടെ ഇരവിപുരം നിയോജകമണ്ഡലത്തിൽ അങ്ങനെ വോട്ടെണ്ണൽ അങ്ങനെ മാറി മറിഞ്ഞിരുന്നില്ല. സത്യത്തിൽ വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാനുണ്ടായിരുന്നു. പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ പോലുമാണ് ഒരു നേരിയ മുന്നേറ്റം. ബാക്കി ഒരു ഘട്ടത്തിലും ഒരു സ്റ്റേജിലും നമുക്ക് പുറകോട്ട് പോകേണ്ടി വന്നിരുന്നില്ല. ആദ്യത്തെ 14 ബൂത്ത് എണ്ണിയപ്പോൾ 13 ബൂത്തിലും ഭൂരിപക്ഷം നേടി. അത് CPM മേഖലകളിൽ തന്നെ ആയിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയിരുന്നു. പിന്നെ ഭൂരിപക്ഷം ചില കണക്കുകളിൽ ഇങ്ങനെ ഒരു ചെറിയ മാറ്റമുണ്ടായി എന്ന് വന്നു. പിന്നെ CPMൻ്റെ മെജോറിറ്റിയുള്ള മേഖലകളിലേക്ക് കടക്കുമ്പോൾ ഈ ഭൂരിപക്ഷത്തെ അട്ടിമറിക്കപ്പെടുമോ എന്നുള്ളൊരു നേരിയ ആശങ്ക മാത്രമേ ആ വോട്ടെണ്ണൽ സമയത്തുണ്ടായിരുന്നുള്ളൂ. എന്നാലും UDFന് മുൻതൂക്കം വരുന്നുണ്ട്. പൊതുവേ കേരളത്തിലൊരു തരംഗം വരുന്നുണ്ട്, മുൻതൂക്കം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് ഈ നേരത്തെ പറഞ്ഞ ത്രില്ലും കോൺഫിഡൻസും നന്നായിട്ടുണ്ടായിരുന്നു. തീർച്ചയായും. ഇത് ഡോക്ടർ വാണി ആർ പിള്ള, ഇവിടെ തെക്കുംഭാഗം സ്വദേശിയാണ്. ഇദ്ദേഹം എൻ്റെ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിയുടെ മകൾ കൂടിയാണ്. ഞാൻ RYFൻ്റെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും, ചവറ നിയോജക മണ്ഡലം സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായ R നാരായണപിള്ള അദ്ദേഹത്തിൻ്റെ മകളാണ്. പാർട്ടി കുടുംബമാണ്, RSP കുടുംബമാണ്. അമ്മയും അച്ഛൻ്റെയും വിവാഹം നടന്നത് പാർട്ടി തരത്തിലുള്ള, എന്ന് വെച്ചാൽ അച്ഛൻ ഞങ്ങളുടെ യുവജന സംഘം, അന്നത്തെ PYF, RYFൻ്റെ ആദ്യ രൂപമായ PYFൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരൻ ലോക്കൽ കമ്മിറ്റി പ്രസിഡൻ്റ് ആയിരുന്നു. ആ സമയത്ത് അവർ തമ്മിലുള്ള സൗഹൃദവും കൂടിയാണ് ഈ വിവാഹത്തിന് ഒരു കാരണമായി വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ കുടുംബവും അമ്മയുടെ കുടുംബവും പാർട്ടി RSP കുടുംബം ആണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരി ഈ ഡിവിഷനിലെ ആദ്യത്തെ കൊല്ലം കോർപ്പറേഷൻ്റെ ആദ്യ കൗൺസിലറായിരുന്നു. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നതും പാർട്ടി കുടുംബത്തിലാണെന്നുള്ളൊരു അവിചാരിത കൂടി ഇക്കാര്യത്തിലുണ്ട്. വളരെ സന്തോഷം. കാര്യം ഒരു പാർട്ടി കുടുംബത്തെ ഒന്നടങ്കം കാണുകയാണ് അല്ലേ? അതെ അതെ. ഇവരെല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ഇവിടെ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കാൾ കൂടുതൽ അവർ പ്രവർത്തിച്ചത് നമ്മൾ വോട്ട് ചെയ്യുന്ന ചവറ നിയോജക മണ്ഡലത്തിൽ എൻ്റെ വീട് തന്നെയായിരുന്നു ബൂത്ത് കമ്മിറ്റി ഓഫീസ്. ഈ തെരഞ്ഞെടുപ്പിലല്ല, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ വീടാണ് ബൂത്ത് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കാറുള്ളത്. ഭാര്യയോടൊരു ചോദ്യം, സത്യം പറഞ്ഞാൽ ഞെട്ടിയോ വിജയിച്ചപ്പം? ഞെട്ടി. ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. കാര്യം പുള്ളി അർഹിച്ചൊരു വിജയമായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലോട്ട് വന്ന ഒരാളല്ലല്ലോ. അപ്പം കുറേ സമരത്തിലും അടി കൊണ്ട് സമരം ചെയ്ത് അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും അർഹിച്ചൊരു വിജയം. പിന്നെ ഇതിനെല്ലാം പുറമെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്തായാലും പാർട്ടി കുടുംബമാണല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ നമ്മൾ അറിയുന്നവരോടൊക്കെ വിളിച്ച് വിഷ്ണുവിനെ വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായിരുന്നു ആവശ്യപ്പെട്ടത്? കാര്യം വിഷ്ണു ജയിപ്പിച്ചാൽ ഇന്നതൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു വോട്ട് ചോദിച്ചത്? എനിക്കൊരു പരിമിതിയുണ്ട്. ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് ഒരു പരിമിതി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഭർത്താവ് ഇലക്ഷൻ നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ വീടിനെക്കാട്ടിലും പരിഗണന നൽകുന്നത് രാഷ്ട്രീയത്തിനാണ്, അമ്മയെക്കാട്ടിലും വലുതായിട്ട് കാണുന്നത് രാഷ്ട്രീയത്തെ. അപ്പം അങ്ങനെ ഒരാൾക്ക് നമ്മൾ പ്രത്യേകിച്ച് വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ കൂടെ ഒരാളായിട്ട് എന്നും ഉണ്ടാവും. ആ ഒരു ഉറപ്പിന്മേലാണ് നമ്മൾ വോട്ട് ചോദിച്ചതും. അതാണ് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നമ്മളെ സഹായിച്ചതും. രാഷ്ട്രീയത്തിൻ്റെ തിരക്കുകളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങി വന്ന ഒരു വ്യക്തി കൂടി ആവുമ്പം അവിടെ നിന്ന് ഇങ്ങനെ പടിപടിയായി ഉയർന്നു വന്നപ്പോൾ ഇനിയിപ്പോൾ MLA കൂടിയായി, തിരക്കുകൾ ഒരുപാടുണ്ടാവും. ഈ തിരക്കുകൾക്കിടയിൽ ഭാര്യ എന്ന നിലയിൽ എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? ആ തിരക്ക് അങ്ങനെയല്ല. ഞാൻ ഇപ്പം നേരത്തെ പുള്ളി പറഞ്ഞ പോലെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ രാഷ്ട്രീയം കാണുന്ന ആളാണ്. എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിലും സജീവ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് റെഡിയായി നിൽക്കുമ്പോഴായിരിക്കും അച്ഛൻ പറയുന്നത്, അയ്യോ ഷിബു സാറ് വിളിക്കുന്നു, എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് പോകണം. അപ്പം അതിനോട് യൂസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഇവിടെയും അത് തന്നെ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. നമ്മൾ റെഡിയായി മോളെയൊക്കെ റെഡിയാക്കി നിൽക്കുമ്പോഴായിരിക്കും എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് വേറെ എവിടെയെങ്കിലും പോകണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അതിനോട് യൂസ്ഡായി. പിന്നെ എനിക്ക് നേരത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഡ്രൈവ് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവും കൂടെ
ചെയ്തുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ടായി. അതെ 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 എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കുടുംബത്തുണ്ടായിരുന്ന നേട്ടം. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാൻ ഡ്രൈവ് നേരത്തെ ലൈസൻസ് ഉണ്ടായിരുന്നു, വിവാഹത്തിന് മുമ്പേ ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷേ കൂടെ ആരും ഇരുന്നില്ലെങ്കിൽ ഡ്രൈവ് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് നമ്മളില്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ ശീലിച്ചു. അത് നമുക്കിപ്പോൾ നാടിനെ നയിക്കാൻ വിഷ്ണു തയ്യാറെടുത്തപ്പോൾ വീടിനെ നയിക്കാൻ ഭാര്യ തയ്യാർ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല, നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അപ്പം ഇനി അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, കാര്യം RSPയിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വളരെ പെട്ടെന്നാണ് മകൻ സ്ഥാനാർത്ഥിയാവുന്നത്. വളരെ പെട്ടെന്ന് അവിചാരിതമായി പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? ഞങ്ങളും പ്രതീക്ഷിക്കാതെ വന്ന ചാൻസ് ആയത്. അങ്ങനെ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിലൊക്കെ കേട്ടപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നിയില്ല? ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഇടയിലാണ് മകൻ സ്ഥാനാർത്ഥിയാവുന്നത്, ഇനി വിജയിക്കുമോ അങ്ങനെയൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു? അമ്മ എങ്ങനെയായിരുന്നു ഇത് കണ്ടത്, ഈ ഇങ്ങനെ ഒരു വാർത്ത, അതായത് സ്ഥാനാർത്ഥിയാണ് എന്ന് കേട്ടല്ലോ, അപ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നിയത്? സന്തോഷം തോന്നി. എൻ്റെ മോൻ ജയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എങ്ങനെ ഈ മകൻ വീട്ടിൽ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കുമ്പം എന്തായാലും വീട്ടിലെപ്പോഴും കാണണമെന്നില്ല, തിരക്കുകളായിരിക്കും. അപ്പം അമ്മ എന്താ ഉപദേശം കൊടുക്കുന്നത് മകന്? എങ്ങനെയായിരിക്കണം നല്ലൊരു രാഷ്ട്രീയ നേതാവായി വരേണ്ടതെന്നൊക്കെ? അപ്പൊ എങ്ങനെയാണ് ഈ രാഷ്ട്രീയമായ ഒരു കുടുംബമാണല്ലോ, അപ്പൊ ഈ രാഷ്ട്രീയ കുടുംബത്തിൽ എങ്ങനെയാണ് മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ, കുട്ടിക്കാലം മുതലേ വളർത്തിയെടുക്കുന്ന ആ ഒരു രാഷ്ട്രീയ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും? ഇല്ല, വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉപദേശം നമ്മളങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അയാൾ എല്ലാ കാര്യത്തിലും പക്വതയോടെ പെരുമാറിക്കൊണ്ടിരുന്ന ഞങ്ങളോടും. ഈ രാഷ്ട്രീയത്തിൽ PSUവിലായിരുന്നപ്പോൾ തന്നെ, അത് കഴിഞ്ഞ് RYFിലായപ്പോഴൊക്കെ അയാൾ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോഴും. അപ്പോൾ ആ ലെവലിലൊക്കെ അയാൾക്ക് പല വീട്ടിൽ സമയം ചിലവഴിക്കാതെ ഔദ്യോഗികമായിട്ട് പോകേണ്ട ആവശ്യങ്ങൾ വരും. അന്നേരമൊക്കെ ഞങ്ങളുടെ സപ്പോർട്ടാണുള്ളത്. അല്ലാതെ പോകുന്നതിൽ വഴക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ മകൻ എന്ന നിലയിലാണോ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇപ്പം അച്ഛന് ഒരു പക്ഷേ മനസ്സിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കാണും, ഈ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സജീവമായിരുന്ന സമയത്തൊക്കെ ഒരു നല്ലൊരു ജനപ്രതിനിധി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നന്നായി മുന്നോട്ട് വരണമെന്നൊക്കെ. അപ്പോൾ അത് മകനിലൂടെ ഒന്ന് യാഥാർത്ഥ്യമായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ. അപ്പോൾ വലിയ അഭിമാനം തന്നെ. അഭിമാനം എന്ന് പറയുന്നത് വിഷ്ണുവിനെ സംബന്ധിച്ച് ഈ ജനങ്ങളോടൊപ്പം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത്, അയാൾക്ക് വോട്ട് ചെയ്ത് നാട്ടുകാരോട് പ്രതിബദ്ധത എപ്പോഴും കാണിക്കാൻ മനസ്സുള്ള ഒരാളാണ് വിഷ്ണു. അപ്പോൾ അത് ആ പ്രദേശത്തുകാർക്ക്, വിശേഷിച്ച് ഇരുവരും മണ്ഡലത്തിലെ അവിടുത്തെ വോട്ടർമാരോടാണ് നന്ദി പറയേണ്ടത്. വിഷ്ണുവിനെ പോലൊരു MLA നിങ്ങൾക്ക് കിട്ടിയതിൽ അവർക്കും പിന്നെ ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ ഞങ്ങളെ വോട്ട് ചോദിക്കാൻ ഇരുവരത്തല്ല, ഞങ്ങളുടെ വീട് ചവറയാണെങ്കിലും ഇവിടുത്തെ ബന്ധുക്കളുണ്ട്, ഞങ്ങളുടെ ബന്ധുജനങ്ങളുണ്ട്, ഇരുവരത്തെ ബന്ധുക്കളുള്ള ഇവിടെയുള്ള ബന്ധുക്കളും പരിചയക്കാരുണ്ട്. അവരെല്ലാവരുമായിട്ട് ഞങ്ങൾ ആ ഇരുവരം മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് അവരും എല്ലാവരും അവസാനം വരെ പറയുന്ന ഈ കൗണ്ടിങ്ങിൻ്റെ തലേന്ന് വരെ പറയുന്ന ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു യുവാവായതുകൊണ്ടുള്ള തരകവും, പിന്നെ പൊതുവേ ഇപ്പോൾ ഈ UDFനൊരു രാഷ്ട്രീയ നേട്ടം കിട്ടില്ലേ, അതെല്ലാം കൂടെ വെച്ച് ജയിക്കുമെന്ന് എല്ലാവരും തീർത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും വിശ്വാസമായി. പക്ഷേ ഇത്രയും ഭൂരിപക്ഷമൊന്നും കിട്ടുമെന്ന് വിശ്വാസമായില്ല. കാര്യം ഇയാൾക്കെതിരെ നിന്ന നൗഷാദ്, CPMൻ്റെ നൗഷാദ് കഴിഞ്ഞ 2 പ്രാവശ്യം 2001-ലും 2015-ലും 28,000 വോട്ടിന് വരെ ഭൂരിപക്ഷത്തിൽ നിന്നാണ്. അപ്പോൾ അത്രയും ഭൂരിപക്ഷവും കവർ ചെയ്ത് ഇപ്പോൾ 9,000 വോട്ട് വരെ 8,000 ഇഷ്ട വോട്ട് ലീഡായി. അപ്പോൾ അത്രയും ലീഡായി മുന്നിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ജനങ്ങൾ കൊടുത്തൊരു അംഗീകാരമാണ് അല്ലേ? അംഗീകാരം തീർച്ചയായിട്ടും ജനങ്ങൾ കൊടുത്തൊരു അംഗീകാരമാണ്. തീർച്ചയായിട്ടും. അപ്പം ഈ ഇരവിപുരം പോലെ ശക്തമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ വിജയിക്കാൻ നമുക്കറിയാലോ, അവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, കാര്യം ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന ഒരു മണ്ണ് അങ്ങനെയുള്ള വർഷങ്ങളായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ CPM സ്ഥാനാർത്ഥി, ഇത് 2 തവണ MLA ആയ ഒരു CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിഷ്ണു വിജയിക്കുന്നു എന്ന് കേട്ടപ്പോൾ അതെന്തൊക്കെയായിരിക്കും വിഷ്ണുവിൻ്റെ ഗുണങ്ങൾ, അവിടെ എന്തൊക്കെയായിരിക്കും ഒരു പക്ഷേ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്? ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനല്ല, അതിനു മുന്നേ തന്നെ ആണെങ്കിലും പുള്ളിയുടെ സാധാരണക്കാരോടുള്ള പെരുമാറ്റം അത് തന്നെയാണ് ഒരു മുതൽക്കൂട്ടായിട്ട് ഈ പ്രചാരണത്തിലുടനീളവും അതേപോലെ ആ ഫലത്തിലും അതാണ് കണ്ടത്. കാര്യം ഇപ്പോൾ ഒരു അമ്മയെ കാണുമ്പോഴാണെങ്കിലും അമ്മയെന്ന് വിളിച്ച് കൂടെ നിൽക്കാനും, സഹോദരി ആരാണെങ്കിലും, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ മരുമോനായിട്ട് ചെന്നയാണെങ്കിൽ പോലും എന്നെക്കാളിലും എൻ്റെ വീട്ടിലുള്ളവർക്ക് കാര്യം പുള്ളിയാണ്. ഞാൻ പലപ്പോഴും പറയും ഞാനാണ് ഇവിടുത്തെ, പുള്ളിയല്ല. പക്ഷേ എന്നാൽ പോലും പുള്ളിയുടെ ആ ഒരു പെരുമാറ്റം അത് ആരോടാണെങ്കിൽ പോലും അതൊരു രാഷ്ട്രീയ തന്ത്രമോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടോ അങ്ങനല്ല, പുള്ളിയുടെ നേച്ചർ അങ്ങനെയാണ്. ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷം ആവാൻ പോകുന്നു. എനിക്ക് മനസ്സിലായത് അത് തന്നെയാണ്. പുള്ളി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു വിവാഹവും അങ്ങോട്ട് എത്താനും കാരണം പുള്ളിയുടെ ഒരു നേച്ചർ കൊണ്ട് തന്നെയാണ്. നമ്മളും അതിനകത്ത് താല്പര്യം കണ്ടതും അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് എത്തിയതും. അപ്പം അത് തന്നെയാണ്
ആ ഒരു രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനോ നമുക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ ചോദിക്കാന്ന് വെച്ചതാ, പിന്നെ ചോദിച്ചാൽ എങ്ങനെ എടുക്കുമെന്ന്. നിങ്ങളെ പ്രണയവിവാഹമായിരുന്നു? തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു അതൊന്ന് പറയാവോ? പ്രണയവിവാഹം മാട്രിമോണിയൽ വഴി ഇൻട്രസ്റ്റ് വന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് തമ്മിൽ അറിയാമായിരുന്നു വെച്ചാൽ പേഴ്സണലി അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. കാര്യം ഈ പ്രസംഗങ്ങളും അച്ഛന് രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് അച്ഛൻ വഴി എനിക്കറിയായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പം ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ ഇടയായി. യാദൃശ്ചികമായിട്ട് മാട്രിമോണിയൽ ഇൻട്രസ്റ്റ് വന്നു. അപ്പം അത് വീട്ടിൽ പറഞ്ഞു. അങ്ങനെ നമ്മൾ സംസാരിച്ചു, അങ്ങനെ വിവാഹത്തിലേക്ക് എത്തിയതാണ്. വാണിയുടെ കുടുംബത്തിൽ ഞാൻ പെണ്ണ് കാണുന്നതിന് മുമ്പ് വാണിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വാണി അങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്നുള്ളവരെ എനിക്കറിയത്തില്ലായിരുന്നു. മാട്രിമോണിയൽ റിക്വസ്റ്റ്, എൻ്റെ മാട്രിമോണിയലിൽ നിന്ന് റിക്വസ്റ്റ് പോകുന്നത് പോലും അന്ന് ഇദ്ദേഹം കണ്ണൂർ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. കണ്ണൂർ ജോലി പ്രവേശിച്ച് കണ്ണൂർ ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കണ്ണൂരുള്ള കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിക്ക് ഒരു മാട്രിമോണിയൽ റിക്വസ്റ്റ് പോവുകയാണ്. അത് ഞാൻ പോലും അല്ല റിക്വസ്റ്റ് അയച്ചത്. എൻ്റെ മാട്രിമോണിയൽ നോക്കിയിരുന്ന നമ്മുടെ ഒരു സഹോദരനായിട്ടുള്ള ഒരു അവിനാശ് എന്ന് പറയുന്ന അദ്ദേഹം കൊറോണ സമയത്ത് മാട്രിമോണിയൽ സൈറ്റിൽ കയറിയിട്ട് അവൻ റിക്വസ്റ്റ് അയക്കുകയും അപ്പം ഞാൻ റിക്വസ്റ്റ് അയച്ചതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്നെ ഫോളോ ചെയ്തിരുന്ന ആളെന്ന നിലയിൽ സത്യത്തിൽ അതായിരുന്നു സംഭവം. അങ്ങനെ പിന്നീട് ആ ഒരു ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് ഇന്ന ആളുടെ മകളാണെന്ന് പോലും അന്ന് റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് അറിയില്ലായിരുന്നു. പക്ഷേ റിക്വസ്റ്റ് അയച്ചതിന് ശേഷം എനിക്കറിയാം, റിക്വസ്റ്റ് അയക്കുന്ന സമയത്തോ റിക്വസ്റ്റ് അയച്ചതിന് ശേഷമോ അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇത് കണക്കിങ്ങനെ ഞാൻ റിക്വസ്റ്റ് അയച്ചു എന്നുള്ളൊരു ഇത് അറിയുന്നതും. അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു പിന്നീട് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നൊരു സജഷൻസ് അല്ലെങ്കിൽ അങ്ങനൊരു നിർദ്ദേശം സത്യത്തിൽ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിൻ്റെ അടുത്താണ് ആദ്യം അഭിപ്രായം ചോദിക്കുന്നത് തന്നെ. വിവാഹത്തിൻ്റെ ആദ്യ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചത് ശിവബി ചുണ്ടടുത്തും എൻ കെ പ്രേമേന്ദ്രൻ എംപിയുടെ അടുത്തൊക്കെയാണ് വാണിയുടെ അച്ഛൻ അഭിപ്രായം ചോദിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് ഞാൻ ഈ ഇങ്ങനൊരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നുള്ളത് തലത്തിൽ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് സത്യത്തിൽ ഒരു എന്താണ് പ്രണയം കം അറേഞ്ച്ഡ് എന്ന തരത്തിലേക്ക് വീട്ടുകാരുടെ പെർമിഷൻ. അപ്പം വീട്ടുകാരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിവാഹത്തിൻ്റെ ആ സമയത്തൊന്നും മെസ്സേജ് അയക്കുക, ഫോൺ വിളി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വീട്ടുകാരിങ്ങനെ ഒന്നും കൂടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് കണ്ടപ്പോൾ പിന്നീട് അത്തരത്തിലേക്കുള്ളൊരു പരസ്പരം അറിയാനും ഉള്ളൊരു ശ്രമം നടന്നിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവരും മുതിർന്നവരെല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഒരു യുവ നേതാവ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ മോളുടെ പേര്? വിഷ്ണു. എത്ര വയസ്സായി? വയസ്സറിഞ്ഞൂടാ കുഞ്ഞിന്? എത്ര വയസ്സായി? 3.5 വയസ്സ്. മോളെ, ഈ തെരഞ്ഞെടുപ്പിൽ അച്ഛന് വോട്ട് ചോദിച്ചായിരുന്നു? എങ്ങനെയാ അച്ഛന് വേണ്ടി വോട്ട് ചോദിച്ചത്? എങ്ങനെയാ അച്ഛന് വേണ്ടി വോട്ട് ചോദിച്ചത്? എൻ്റെ ചേച്ചി വോട്ട് ഒപ്പിച്ചു, വീഡിയോ എടുപ്പിച്ച്. ആ വീഡിയോയിൽ എന്താ മോള് പറഞ്ഞേ? ഓർക്കുന്നുണ്ടോ? എന്താ മോള് അച്ഛന് എന്താ പറഞ്ഞേ? എങ്ങനെ വോട്ട് ചോദിച്ചേ? ഫോണിലൂടെ എങ്ങനെ വോട്ട് ചോദിച്ച മോള്? മമ്മട്ടി, എൻ്റെ അച്ഛന് മമ്മട്ടി മങ്കോടിയുമാണ് ചിഹ്നം. അഞ്ജു ചേച്ചി വിഷ്ണു മോഹൻ അഭിവാദ്യങ്ങൾ. ഈ അഭിവാദ്യങ്ങളൊക്കെ കിട്ടി അച്ഛനങ്ങ് ജയിച്ച്. അതറിഞ്ഞോ? അറിഞ്ഞു. അച്ഛനിപ്പോ ആരാ? അച്ഛനിപ്പോ MLA. മിടുക്കി. എന്തായാലും സന്തോഷമുണ്ട്. അപ്പൊ ഇനിയിപ്പം MLA ആയി, ഇപ്പം ഇനിയിപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കുറച്ചും കൂടെ കൂടുക. ജനപ്രതിനിധി എന്ന് പറയുന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുക. അപ്പോൾ ഒരു പ്രതിപക്ഷ രീതിയിൽ ഇനി പുള്ളിക്കാരനൊന്ന് കൺട്രോൾ ചെയ്യണ്ടേ? കാര്യം വിമർശനം വേണ്ടേ? തീർച്ചയായിട്ടും വിമർശനത്തിന് അതീതനല്ലല്ലോ ആരും. അപ്പം തീർച്ചയായിട്ടും തെറ്റ് കണ്ടാൽ വിമർശിക്കും, വിമർശിച്ച് കൂടെ ഉണ്ടാവും. അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്ത് കൂടെ ഉണ്ടാവും. അപ്പം അച്ഛൻ, അമ്മ, അപ്പം മകൻ എങ്ങനെ ഒരു MLA ആകണം എന്നാണ് അച്ഛൻ്റെ അമ്മയുടെ ഉപദേശം മകനോടുള്ള? എങ്ങനെ ഒരു MLA ആയിരിക്കണം? അത് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആ മണ്ഡലത്തിലെ, വിശേഷിച്ച് ആ മണ്ഡലത്തിലെ വികസനം, ഇപ്പോൾ അതാണല്ലോ ഈ ജനങ്ങൾ നോക്കുന്നത്. ആ വികസനത്തിന് അതിന് ശരിയായ രീതിയിൽ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഉപദേശം. നിൽക്കണം എന്നുള്ളതാണ്. അമ്മ എന്തെങ്കിലും മകൻ ഉപദേശമായിട്ട് കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉപദേശങ്ങൾക്ക് അതീതനാണ്. കാര്യം എല്ലാം കണ്ടറിഞ്ഞ് കൊച്ചുനാൾ മുതലേ വളർന്നു വന്ന മകനാണെന്ന് അമ്മ തന്നെ പറഞ്ഞു. എങ്കിലും ഇപ്പോൾ MLA ആയി, ഒരുപാട് സ്വപ്നം കണ്ട ഒരു സ്ഥാനം അവിടേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും ഒരുപാട് വളരാനും ഉണ്ട്. അപ്പം ഈ MLA സ്ഥാനത്ത് മകൻ എങ്ങനെയൊക്കെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്? അമ്മയുടെ കാഴ്ചപ്പാട് രീതിയിൽ പ്രവർത്തിക്കണം, അത് ആഗ്രഹം എൻ്റെ. തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് വളരെയധികം സന്തോഷമുണ്ട് അല്ലേ ഇങ്ങനെ ഒരു മുഹൂർത്തം? കാര്യം എൻ്റെ സഹോദരനുണ്ട്. സഹോദരൻ ആഫ്രിക്കയിലാണ്.
അയാൾ തൊഴിൽ സംബന്ധം ഇലക്ഷന് വരാൻ ശ്രമിച്ചു. നമ്മളായിട്ട് തന്നെ പറഞ്ഞു അത്രയും ഈ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ ഉടനെ എത്തണ്ട എന്ന് പറഞ്ഞു. അയാളും ആഫ്രിക്കയിൽ ഇരുന്നുകൊണ്ട് വലിയ സഹായം, തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ വലിയ സഹായം അയാളും കൂടെ ഉണ്ടായിരുന്നു ഇലക്ഷൻ സമയത്ത്. പിന്നെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടും എല്ലാം നമ്മുടെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, കുടുംബാംഗങ്ങളെക്കാൾ അപ്പുറം ഇവിടെ രാഷ്ട്രീയമില്ലാത്തവർ പോലും ഇരയൂർ നിയോജക മണ്ഡലത്തിൽ വലിയ പ്രവർത്തനം നടത്തിയിരുന്നു. എൻ്റെ അച്ഛൻ്റെ കുടുംബം ഉമയനെല്ലൂരാണ്. അപ്പോൾ അച്ഛൻ്റെ അവിടുത്തെ ഉമയനെല്ലൂരെ കുടുംബാംഗങ്ങൾ, അവർക്ക് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയൊരു സഹായം ആ മണ്ഡലത്തിൽ നമുക്ക് ഒരു ആ മണ്ഡലത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതിന് നമുക്ക് വലിയൊരു സഹായമായിട്ട് ഈ നാട്ടിൽ നിന്ന്, ഈ നാട്ടിലെ പാർട്ടിക്കാർ, കുടുംബാംഗങ്ങൾ എല്ലാവരും അവിടെ ഒരു മണിക്കൂറെങ്കിലും വന്ന് പ്രവർത്തിച്ചു. ഇവിടെയും RSP മത്സരിക്കുന്ന മണ്ഡലമായിട്ട് കൂടി ഇവിടുത്തെ RSPയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരുമാണ്. എന്തിന് ഇവിടുത്തെ CPMൻ്റെയും CPIയുടെയും സജീവ പ്രവർത്തകർ പോലും ആ നിയോജക മണ്ഡലത്തിൽ നമുക്ക് വേണ്ടി പല സഹായങ്ങളും ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സഹായങ്ങൾ നമുക്ക് അവിടെ നൽകിയിട്ടുണ്ട്. എല്ലാ മുന്നണികളിൽ നിന്നും അത്തരമൊരു സഹായം അവിടെ ലഭിച്ചിട്ടുണ്ട്, ഇരയൂർ നിയോജക മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാനും ശ്രദ്ധിച്ചായിരുന്നു. കാരണം ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വിഷ്ണുമോഹൻ്റെ ആ ഒരു എനർജി വേറൊരു ലെവലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൈബ്രൻ്റ് ആയിട്ട് അല്ലേ, ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. കാര്യം യുവാക്കളുടെ ഒരു കൂട്ടം എപ്പോഴും കൂടെ ഇങ്ങനെ വരികയാണ്. തീർച്ചയായും അവിടെ അങ്ങനൊരു വൈബ്രൻ്റ് ഇതിലേക്ക് പോകുന്നതിന് കാരണം ആ ഇരയൂർ നിയോജക മണ്ഡലം അങ്ങനെ UDFന് എഴുതിത്തള്ളാൻ പറ്റുന്ന നിയോജക മണ്ഡലമല്ല. കാരണം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മയ്യനാട് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും UDF നേടിയ വിജയമുണ്ട്. അതൊരർഹിക്കുന്ന ഇനി അടുത്ത വിജയം നിയമസഭ, അപ്പോഴാണ് ആ വിജയത്തിൻ്റെ പൂർണ്ണത വരുന്നത്. ഇപ്പോൾ ഇരയൂർ നിയോജക മണ്ഡലത്തിലെ പാർലമെൻറ്റ് അംഗം UDF ആണ്, പഞ്ചായത്ത് കോർപ്പറേഷൻ ഭരണം UDFന് പിടിച്ചു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള നിയമസഭാ അംഗത്വം എന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും ഒരു സ്ഥാനാർത്ഥിയുടെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പോരായ്മ കൊണ്ട് നഷ്ടപ്പെടരുത് എന്നുള്ളൊരു ഒരു ഉത്തരവാദിത്വം, ഒരു സംഘടനാ ബോധമെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയും മുന്നണിയും നൽകിയ വലിയ പിന്തുണയാണ്, അതിൻ്റെ പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കന്മാർ നൽകിയ വലിയൊരു പിന്തുണയായിരുന്നു എന്നെ മുന്നേക്കുന്നത്. ആ വൈബ്രൻറ്റ് ഫീൽ വന്നത് പ്രത്യേകിച്ച് ഞങ്ങളെ യുവജന പൊളിറ്റിക്സിൽ നിന്ന് എൻ്റെ കൂടെ സഹപ്രവർത്തകരായിരുന്ന എൻ്റെ സംഘടനയുടെയും UDYFൻ്റെയും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകളുടെ വലിയൊരു പിന്തുണ, പ്രവർത്തകരുടെ പിന്തുണ, നേതാക്കന്മാരുടെ പിന്തുണയൊക്കെ വലിയ വൈബ്രൻ്റായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നാണ് ആ ഒരു വിശ്വാസത്തിലേക്ക് എനിക്കിപ്പോൾ അങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. അപ്പം ഈ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു, MLA ആയി കഴിഞ്ഞു, ഇനി ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ആദ്യം ചെയ്യണം എന്ന മനസ്സിൽ ഒരു മുൻഗണനാക്രമത്തിൽ ഉണ്ടാവുമല്ലോ. തീർച്ചയായും അവിടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ്, നമ്മുടെ മണ്ഡലത്തിലെ വികസനത്തിന് പ്രയോറിറ്റി ലിസ്റ്റ്, നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളെ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റി ലിസ്റ്റ്. കാരണം അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമേ നമുക്ക് മണ്ഡലത്തിലെ വികസന പ്രവർത്തനം, അപ്പോൾ നിലവിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്, പക്ഷെ അതിനെല്ലാം വലിയ തടസ്സങ്ങളാണ് നേരിടുന്നത്. സാങ്കേതികപരമായ, ഭരണപരമായ, നിയമപരമായ തടസ്സങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതെല്ലാം പഠിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ട് അതിന് മുൻഗണന നൽകണം. പിന്നെ ഇരയൂർ മണ്ഡലത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തീരദേശ മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. ആ അടിസ്ഥാന പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇനി പുതുതായി ആരംഭിക്കേണ്ടുന്ന പദ്ധതികളുണ്ട്. ഇപ്പോൾ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആരംഭിക്കേണ്ടതുണ്ട്. ഗതാഗത കുരുക്കുകൾക്ക് പ്രശ്നം ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് നേരിടുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഇരയൂർ. കാരണം റെയിൽവേ പാളങ്ങൾ കടന്നുപോയി, റെയിൽവേ പാളങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവുമാണ് ജനജീവിതത്തെ അത് കൂട്ടിമുട്ടിക്കുന്നതിനുള്ള ഒരുപാട് തടസ്സങ്ങളാണ്. സാങ്കേതിക, ഭരണപരമായ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു വികസനം. അതൊക്കെ പൂർത്തീകരിക്കുക, സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് വികസന കാഴ്ചപ്പാടുകളെ. പിന്നെ എല്ലാവരുടെയും അഭിപ്രായം തേടുക. അതാണ് ഇപ്പം നമുക്ക് ന്യൂ ജനറേഷൻ ഈ കാലഘട്ടത്തിനനുസൃതമായ വികസനമല്ല നമുക്ക് വേണ്ടുന്നത്, അടുത്ത ഒരു ഭാവി തലമുറയ്ക്ക് വേണ്ടുന്ന വികസനം. അപ്പം ആ ഭാവി തലമുറ ഡിസൈൻ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ കേൾക്കുക, അവർക്ക് എന്താണ് ആവശ്യം. ഇപ്പോൾ പഴയ കാലത്തെ ആവശ്യങ്ങളല്ല, പഴയ തലമുറയുടെ ആവശ്യങ്ങളിൽ നിന്ന് എത്രയോ വിഭിന്നമാണ് അവർക്ക്. ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ തന്നെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന VPark അടക്കമുള്ള അല്ലെങ്കിൽ കളിസ്ഥലങ്ങളടക്കമുള്ള കോർട്ടുകളടക്കമുള്ള അത്തരം സംവിധാനങ്ങളിലേക്ക് അവരുടെ ആവശ്യങ്ങൾ മാറുകയാണ്. അവർക്ക് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ അത്തരം കാര്യങ്ങളിലേക്ക് പുതിയ സിഗ്നേച്ചർ പദ്ധതികൾ ടൂറിസം അടക്കത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുകൾ. തീർച്ചയായും വളരെയധികം സന്തോഷം. ഈ ഒരു രാഷ്ട്രീയ കുടുംബത്തെ പൊതുരംഗത്ത് ഇങ്ങനെ തിളങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു യുവതലമുറ, പുതിയ തലമുറ. അതാണ്ട് ഇയാളും ഇനിയിപ്പോൾ അത് അടുത്ത രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങോ? അച്ഛനെ പോലെ ഇറങ്ങോ? പൊതുപ്രവർത്തനത്തിന് ഇറങ്ങോ? രാഷ്ട്രീയക്കാരി ആവോ? അതാണ് കാര്യം. അടുത്ത തലമുറയും തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇനി ഒരു സംശയം, ഒരു കുശുമ്പ് ചോദ്യമാണ്. ഭർത്താവ് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഓരോ കയറ്റങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം നമ്മൾ ഒരുമിച്ച് രാഷ്ട്രീയത്തിൽ കളിച്ച് വന്നതാണല്ലോ, സങ്കടമുണ്ടോ എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിൽ സ്റ്റക്കായി പോയ പോലെ കുടുംബത്തിൽ?
അങ്ങനെയില്ല, രാഷ്ട്രീയം താല്പര്യമുണ്ട്. അങ്ങനെ ഇതിൽ സജീവ രാഷ്ട്രീയം എന്നല്ല, എപ്പോഴും നമ്മളിങ്ങനെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കൂട്ടത്തിലായിരുന്നു. എന്നാലും ശിവസാറിൻ്റെ കൂടെ അങ്കിള് ഏത് ഇലക്ഷന് മത്സരിച്ചാലും അങ്കിൾ എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തൊട്ടേ വോട്ട് പിടിക്കാൻ പോകുന്നതും അച്ഛൻ്റെ കൂടെ ജാഥയ്ക്ക് പോകുന്നതും പിന്നെ അങ്കിളിന് സ്വീകരണം വരുമ്പം മാലയിട്ട് സ്വീകരിക്കുന്നതും അതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു വിഷമമൊന്നും തോന്നിയിട്ടില്ല. എപ്പോഴായാലും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ RSP ഉണ്ട്, ആ ഒരു വിശ്വാസം. അതുകൊണ്ട് അങ്ങനെ ഒരു നഷ്ടബോധമോ അങ്ങനെ ഒരു വിഷമമോ തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും ഒപ്പം തന്നെ നിന്ന് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അല്ലേ ഭർത്താവ് MLA ആയിരിക്കും, ആ ഒരു സന്തോഷമൊക്കെ തന്നെ കുടുംബത്തിൽ ഏറ്റവും വലുത്. കാര്യം ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ തീർച്ചയായും വളരെയധികം സന്തോഷം അമൃത ന്യൂസിനുമുണ്ട്. കാര്യം നിങ്ങളുടെ കുടുംബവിശേഷങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാനായി, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനായി എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇരവിപുരത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ പ്രതീക്ഷകളുടെ ഒരു വാതിൽ തുറന്നിരിക്കുകയാണ് അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ്റെ ഈ വിജയം. ഒപ്പം കുടുംബത്തിൻ്റെ പിന്തുണയും ജനങ്ങളുടെ വിശ്വാസവും ഒക്കെയാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ശക്തി. ഈ ശക്തിക്കനുസരിച്ച് വിഷ്ണുമോഹൻ ഇനി MLA ആയി എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ ജനകീയനാകും എന്നതാണ് ഇനി ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.